ദൈവകൃപയാൽ കോതമംഗലം രൂപതയുടെ മെത്രാനായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നമ്മുടെ രൂപതയിലെ വൈദിക സഹോദരന്മാർക്കും സന്യാസികൾക്കും അൽമായ വിശ്വാസികൾക്കും എഴുതുന്നത്. വത്സല സഹോദരങ്ങളെ, പ്രിയ മക്കളെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 116, 12-13 വരെ. കോതമംഗലം രൂപത കുടുംബം ഒന്നാകെ കർത്താവിന് മുന്നിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രക്ഷയുടെ പാനപാത്രമുയർത്തി കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിക്കുന്ന അവസരമാണിത്. ഈ നന്ദി പ്രകാശനത്തിന് കാരണങ്ങൾ നിരവധിയാണ്. 1956 സ്ഥാപിതമായ നമ്മുടെ രൂപത ദൈവകൃപയുടെ 70 വർഷങ്ങൾ പൂർത്തിയാക്കി സപ്തതിയുടെ നിറവിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ ദ്വിതീയ മേലധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് നവതിയുടെ നിറവിലും മെത്രാഭിഷേകത്തിൻ്റെ 50ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയുമാണ്. ഈ സന്തോഷ അവസരത്തിന് മാറ്റി വർദ്ധിപ്പിക്കാൻ എന്നതുപോലെ നമ്മുടെ രൂപതയിലെ മീങ്കുന്നം ഇടവകാംഗവും കർമ്മലീത്ത മാതൃസഭാംഗവുമായ ബഹുമാനപ്പെട്ട ജോഷി പൊട്ടക്കലച്ചൻ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി അഭിഷക്തനായിരിക്കുകയാണ്. ഈ സന്തോഷാവസരം രൂപതാ കുടുംബം ഒന്നാകെ ആഘോഷിക്കുന്നതിന് വരുന്ന മെയ് 3-ാം തീയതി ഞായറാഴ്ച കോതമംഗലം കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന രൂപതാദിനം വേദിയാവുകയാണ്. ഈ സന്തോഷത്തിൻ്റെയും നന്ദി പ്രകാശനത്തിൻ്റെയും സുദിനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ ലോകമെമ്പാടുമുള്ള ജനജീവിതത്തെ ഏറെ ദുഷ്കരമാക്കി. അതിൻ്റെ അലയൊലികൾ നമ്മുടെ പ്രദേശങ്ങളിലും വളരെ പ്രത്യക്ഷമായിരുന്നു. അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റവും ഭക്ഷ്യദൗർബല്യവും ജനസംഖ്യാവർദ്ധനവും കൃഷിസ്ഥലത്തിൻ്റെ അപര്യാപ്തതയുമെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്ര ആരംഭിച്ചു. ഈ യാത്രയുടെ ഫലമായി വളരെ ത്വരിതഗതിയിലുള്ള കുടിയേറ്റങ്ങൾ ഇടുക്കി, മലബാർ പ്രദേശങ്ങളിലേക്ക് നടന്നു. കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിലെ ദുഷ്കരവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കിയത് ഈ ജനതയുടെ ആഴമായ വിശ്വാസമായിരുന്നു. വിശ്വാസ പരിശീലനത്തോടും കൗദാശിക ജീവിതത്തോടുമുള്ള കുടിയേറ്റ ജനതയുടെ തീവ്രമായ ആഗ്രഹപൂർത്തീകരണമായിരുന്നു 1956 ജൂലൈ 29-ാം തീയതി നടന്ന കോതമംഗലം രൂപതയുടെ സ്ഥാപനം. അവിഭക്ത എറണാകുളം രൂപതയുടെ കിഴക്കൻ പ്രദേശമായ ഇടുക്കി പ്രദേശത്തേക്കുള്ള വ്യാപകമായ കുടിയേറ്റം രൂപത വിഭജനത്തിന് കാരണമായി. രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി മാർ മാത്യു പോത്തനാമഴി പിതാവ് നിയോഗിക്കപ്പെടുകയും ചെയ്തു. രൂപത സ്ഥാപിതമായപ്പോൾ 80 വൈദികരും 50 പള്ളികളും 22 കുരിശുപള്ളികളും ഇന്നത്തെ ഇടുക്കി രൂപതയിൽ ഏതാനും ഓലമേഞ്ഞ പള്ളികളുമാണ് ഉണ്ടായിരുന്നത്. വൈദികരുടെയും സന്യസ്തരുടെയും അഭാവം, സാമ്പത്തിക പരാധീനതകൾ, യാത്രാ സൗകര്യങ്ങളുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും കുറവ്, പട്ടിണിയും കഷ്ടതയും ഉള്ള ദൈവജനം, ഇങ്ങനെ നിരവധി പ്രതികൂല സാഹചര്യങ്ങളാണ് പുതിയ രൂപതയെ കാത്തിരുന്നത്. എന്നാൽ ദൈവാശ്രയ ബോധത്തോടെ, അർപ്പണ മനോഭാവത്തോടെ അഭിവന്യമാർ മാത്യു പോത്തനാമഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപതാ കുടുംബം ഒരുമയോടെ മുന്നേറിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടന്നു. രൂപതാ സ്ഥാപനത്തിന് 47 വർഷങ്ങൾക്ക് ശേഷം 2003 ഇടുക്കി രൂപത സ്ഥാപിതമാകുന്ന സാഹചര്യത്തിൽ 250ഓളം പള്ളികളും 350ഓളം വൈദികരും 200-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷാ സൗകര്യങ്ങളും സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളുമായി സമൂഹ നിർമ്മിതിയുടെയും ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെയും വലിയൊരു മുന്നേറ്റമായി കോതമംഗലം രൂപത മാറിയിരുന്നു. രൂപതാ വിഭജനത്തിന് ശേഷം കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളോട് ഭാവാത്മകമായി പ്രത്യുത്തരിച്ചുകൊണ്ട് നൂതനങ്ങളായ പ്രവർത്തന പന്ഥാവുകളിലൂടെ ദൈവരാജ്യ നിർമ്മിതിക്കായി രൂപതാ സമൂഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തന ശൈലി അത്ഭുതാവഹമായ മുന്നേറ്റങ്ങൾക്കും അഭൂതപൂർവകമായ വളർച്ചയ്ക്കും കാരണമായി. ഒരു ജനതയുടെ വികസന സ്വപ്നങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്നതിൻ്റെ വലിയ ചാരിതാർത്ഥ്യം നമ്മുടെ രൂപതയ്ക്ക് ഈ സപ്തതി ആഘോഷവേളയിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഊർജമാണ്. നമ്മുടെ രൂപതയ്ക്ക് നീണ്ട 36 വർഷങ്ങളിൽ നേതൃത്വം നൽകിയ അഭിവന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് നവതിയുടെയും മെത്രാഭിഷേക സുവർണ ജൂബിലിയുടെ നിറവിലാണ്. 1977 ഏപ്രിൽ 24-ാം തീയതി അവൻ്റെ കൃപയാൽ എന്ന ആപ്തവാക്യവുമായി രൂപതയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത
പിതാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടം വളർച്ചയുടേതായിരുന്നു. നിരവധി പുതിയ ഇടവകകളും ദേവാലയങ്ങളും സ്ഥാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ നടന്നു. 1977 ശേഷം 21 ഹൈസ്കൂളുകളും 39 UP സ്കൂളുകളും 21 LP സ്കൂളുകളും 12 ഹയർ സെക്കൻഡറി സ്കൂളുകളും സ്ഥാപിക്കപ്പെട്ടു. 1982 മുരിക്കാശ്ശേരിയിൽ സ്ഥാപിതമായ പാവനാത്മാ കോളേജ് ഹൈറേഞ്ചിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു നാഴികക്കല്ലായിരുന്നു. കുടിയേർക്ക് ഭീഷണികളും പ്രകൃതിക്ഷോഭങ്ങളും കാർഷിക വിളകളുടെ വിലത്തകർച്ചയും കൃഷിനാശങ്ങളും ഉണ്ടായപ്പോൾ സാധാരണ ജനവിഭാഗത്തിൻ്റെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുത്ത് പ്രശ്നപരിഹാരത്തിനായി സന്ധിയില്ലാത്ത സമരമുഖങ്ങൾ തുറക്കുകയും അവർക്ക് ധീരമായ നേതൃത്വം നൽകുകയും ചെയ്യുന്നതിൽ അഭിമന്യ പിതാവ് മുൻപന്തിയിലായിരുന്നു. ശൈശവദശയിലായിരുന്ന രൂപതയെ ബാല്യ കൗമാര്യങ്ങളിലൂടെ നയിച്ച് 2003 എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മാതൃരൂപതയോളം തന്നെ തലയെടുപ്പുള്ള ഇടുക്കി രൂപതയ്ക്ക് ജന്മം കൊടുത്തു. അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവിൻ്റെ 36 വർഷത്തെ മേൽപ്പെട്ട ശുശ്രൂഷ ആഗോള സഭയ്ക്കും ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും വിശിഷ്യ നമ്മുടെ രൂപതയ്ക്കും അഭിമാനാർഹവും അനുഗ്രഹീതവുമായിരുന്നു. ഉന്നതമായ ചിന്തകളും ഉയർന്ന ഭൗതിക നിലവാരവും അഗാധമായ പാണ്ഡിത്യവും ആഴമായ പ്രാർത്ഥനയും വിശ്വാസബോധ്യങ്ങളും ഉറച്ച നിലപാടുകളും അനുകമ്പാർദ്രമായ പെരുമാറ്റ രീതിയും പിതാവിനെ അനിതര സാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നു. വിശ്രമജീവിതം ആരംഭിച്ചതിന് ശേഷവും വായനയും എഴുത്തും ആത്മീയ ശുശ്രൂഷകളുമായി നമുക്ക് ആത്മീയ വെളിച്ചമായി പിതാവ് കൂടെ നടക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നവതിയുടെയും മെത്രാഭിഷേക സുവർണ ജൂബിലിയുടെയും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരാം. പിതാവിൻ്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതാംഗമായ അഭിമന്യമാർ ജോഷി പൊട്ടക്കൽ പിതാവ് ജർമ്മനിയിലെ മൈൻസ് രൂപതയിൽ സഹായമെത്രാനായി നിയമിക്കപ്പെട്ടത് കോതമംഗലം രൂപതയ്ക്ക് ഏറെ സന്തോഷം നൽകുന്നു. നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെയും ക്രൈസ്തവ രൂപീകരണത്തിൻ്റെയും ഉത്തമ നിദർശനമായി ഈ നിയമനം മാറിയിരിക്കുന്നു. ദീർഘകാലമായി ആ രൂപതയിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോഷി പൊട്ടക്കലച്ചൻ്റെ നിസ്തുലമായ സേവനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ നിയമനം. നവാഭിഷക്തനായിരിക്കുന്ന അഭിമന്യ പിതാവിന് അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നന്ദി പ്രകാശനത്തിൻ്റെയും സംഗമവേദിയായി നമ്മുടെ രൂപതയുടെ 70ാം രൂപതാ ദിനം മാറിയിരിക്കുകയാണ്. 2026 മെയ് 3 ഞായറാഴ്ച നടക്കുന്ന ആഘോഷങ്ങളിലേക്കും കൃതജ്ഞതാ ബലിയർപ്പണത്തിലേക്കും ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് കോതമംഗലം മെത്രാസന ഭവനത്തിൽ നിന്ന് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, കോതമംഗലം രൂപതാധ്യക്ഷൻ. 2026 ഏപ്രിൽ 26 ഞായറാഴ്ച ഈ ഇടയ ലേഖനം നമ്മുടെ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ദിവ്യബലി മധ്യേ വായിക്കേണ്ടതാണ്.